ഇന്ന് ധാരാളമായി നമ്മുടെയൊക്കെ വീടുകളിലെ ബാത്റൂമുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യൂറോപ്യൻ ക്ലോസറ്റുകൾ. എന്നാൽ കസാലാകൃതിയിലുള്ള ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് വിസർജിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇസ്ലാം ഇതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇടതുകാലിൽ ഊന്നു കൊടുത്തിരിക്കുകയെന്ന പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ യൂറോപ്യൻ ക്ലോസറ്റുകളിൽ നാമൊക്കെ ഇരിക്കുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നവൻ ഇടതുകാലിനെ അവലംബമാക്കിയിരിക്കണം. ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഇരുന്നാൽ ഇടതുകാലിൽ ഊന്നിക്കൊടുത്ത് ഇരിക്കുകയെന്നത് വിസർജന മര്യാദകളിൽ പെട്ടതാണെന്ന് മഹാനവറുകൾ പറയുന്നു. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇതിനു തെളിവാണ്. സുറാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ വിസർജന സ്ഥലത്തേക്കു ചെന്നാൽ ഇടതുകാലിനെ അവലംബമാക്കി ഇരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ നതവക്കഅ അലൽ യുസ്റ, ഇടത് കാലിൻ്റെ മേൽ അവലംബമാക്കി ഇരിക്കാനാണോ മുത്തുനബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വിസർജനം നടത്തുന്നവർ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നത് അനുവദനീയമാണെങ്കിലും കാലിൽ ഊന്നിയിരിക്കുക, ഇടത് കാലിൽ ഊന്നിയിരിക്കുക, ഒന്ന് അതിലേക്ക് അവലംബിച്ചിരിക്കുക, ഇതാണ് പ്രവാചക സുന്നത്ത്. പ്രയാസവും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്തവർ ഈ രീതി തന്നെയാണ് അവലംബിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. എന്നാൽ ശാസ്ത്രവും ഇതിന് വലിയ കൽപ്പന നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്. ശാസ്ത്രീയപരമായിട്ടും ഇതിന് വലിയ തെളിവുകളുണ്ട്. അനാട്ടമി ഓഫ് ദ കോളോൺ, വൻകുടലിൻ്റെ ഘടന. നമ്മുടെ ദഹനവ്യവസ്ഥയിൽ വൻകുടലിൻ്റെ അവസാന ഭാഗം ഡസെൻഡിങ് കോളോൺ വയറിൻ്റെ ഇടതുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലം പുറന്തള്ളപ്പെടുന്നതിന് മുമ്പ് ശേഖരിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കുമ്പോഴോ ഇടതുകാലിൽ ഊന്നുമ്പോഴോ ഈ ഭാഗത്ത് സ്വാഭാവികമായ ഒരു മർദ്ദം അനുഭവപ്പെടുകയും അതുമൂലം താഴേക്ക് നീങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സിഗ്മോയിഡ് കോളോൺ, വൻകുടലിൻ്റെ അവസാനത്തെ എസ് ആകൃതിയിലുള്ള ഭാഗമാണ് സിഗ്മോയിഡ് കോളോൺ. ഇത് ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തെ വളവുകൾ നിവരാനും അതുമൂലം സുഗമമായി മലാശയത്തിലേക്ക് എത്താനും ഇടതുവശം ചേർന്നുള്ള ഈ രീതി സഹായിച്ചേക്കാം. അതുപോലെ തന്നെയാണ് മർദ്ദം ക്രമീകരിക്കൽ, ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ. ഇടതുവശം അമർന്നിരിക്കുന്നത് വയറിനുള്ളിലെ മർദ്ദം കൃത്യമായ രീതിയിൽ മലദ്വാരത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് കൂടുതൽ ആയാസമില്ലാതെ വിസർജനം നടത്താൻ സഹായിക്കും. ഏതായാലും ഏറ്റവും ഉത്തമമായ രീതി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവന്നിരുന്ന ഇന്ത്യൻ ക്ലോസറ്റുകളിൽ ഇരിക്കലാണ്. അല്ലാതെ യൂറോപ്യൻ ക്ലോസറ്റുകൾ പ്രയാസഘട്ടങ്ങളിലൊക്കെ ഇരിക്കുക എന്നല്ലാതെ മുത്തുനബി തങ്ങളുടെ സീരസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിലാണ്. ഇടത് കാലിന് ഊന്നൽ നൽകി ഇരിക്കുക, അതുപോലെ ഇരിക്കലാണ് ഉത്തമമായ രൂപം. നാം ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവുക. അത് നമുക്ക് രോഗങ്ങളിൽ നിന്നും നമ്മുടെ അവശിഷ്ടങ്ങൾ സുഗമമായി പുറന്തള്ളപ്പെടാനും അത് കാരണമായി തീരും.